ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗൂഫർ മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. അതിവിടെ ആൽബർട്ടയിലാണ്, ടൊറിങ്ടൺ എന്ന് പറഞ്ഞൊരു ടൗണിലാണ്. ഭയങ്കര വിൻറ്റേജ് ആയിട്ടുള്ള ഒരു ടൗണാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ സിറ്റി കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഫറിനെ വെച്ച് സെറ്റ് ചെയ്ത ഓരോരോ തീമുകളാണ്. നോക്കേ, ഒരു ബീച്ച് കാര്യങ്ങളൊക്കെ, പിക്നിക്കിന് അങ്ങനെയൊക്കെ പോകുന്ന ഓരോരോ തീമുകളാണ്. നമുക്ക് അതെല്ലാം സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഗൂഫേഴ്സാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റിയാണ്. ഇതെല്ലാം ചെറിയ ചെറിയൊരു കേജിനകത്താണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ അവിടെയുള്ള എനിക്കിഷ്ടപ്പെട്ട എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമായി. എല്ലാം അടിപൊളിയായിട്ടുള്ള തീമാണ്. അതുകൊണ്ടാണ് ഇത് വേൾഡ് ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ടൗൺ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഭയങ്കര ഒരു വിൻറ്റേജ് ടൈപ്പാണ്, പഴയ കാലത്തെ ഒരു ഇതാണ്. അവിടെ ഇപ്പോഴും ഈ ഗ്രോസറി സ്റ്റോറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ആ ടൗണിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ ഹോൾസിലോട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ടൊക്കെ പോയിട്ടാണ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും തന്നെയാണ്. ഭയങ്കര കാറ്റാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഞാൻ നിൽക്കുന്ന ഓൾസ് എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഒരു 40 മിനിറ്റോളം യാത്ര മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഗൂഫർ മ്യൂസിയത്തിലോട്ട്. പിന്നെ നമുക്ക് കയറാൻ വേണ്ടി ചെറിയൊരു എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈവൻ ആ എൻട്രി ഫീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര വർത്താണ്. വലിയ എമൗണ്ട് അല്ല. എനിക്ക് തോന്നുന്നു ചിൽഡ്രൻസിനൊക്കെ $5, അഡൾട്ട്സിന് $10 അങ്ങനെ ഉള്ളൂ. പക്ഷേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർത്താണ്. പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്റ്റഫ്ഡ് ആയിട്ടുള്ള അതിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ അവിടെ നോട്ടീസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ടൗണിലെ എല്ലാ ഈ എമർജൻസി ഫയർ പൈപ്പുകളെല്ലാം ഇങ്ങനെ ഓരോ ഗൂഫറിനാണ്, ഓരോ പേരുണ്ട്. അപ്പം നമ്മൾ ആ മ്യൂസിയത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരൊരു നോട്ട് തരും. അതിനകത്ത് ഈ ഓരോ ഗൂഫർ, ഓരോ ഫയറിൻ്റെ ഈ ഡ്രില്ല് എവിടെ ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അത് നമുക്കൊരു ട്രഷർ ഹണ്ട് പോലെ ഇങ്ങനെ കണ്ടുപിടിക്കാം. അത് നമ്മളെ വണ്ടിയിൽ തന്നെ പോകണം. പക്ഷേ അതൊരു നല്ലൊരു ഫൺ തന്നെയാണ്. അതൊക്കെയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് ആ ടൗൺ. ഭയങ്കര വിൻറ്റേജ് ആയിട്ടുള്ള ടൗണാണ്. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.